അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാ ലീ സിവാക വലാ അൽവി അലാ ഹദി യാ മൻ യഖൂമു മഖാമൽ ഹംദി മുൻഫരിദ ലിൽവാഹിദിൽ അഹദി ലം യൂലദ് വലം യലിദ് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നാളെ ആഖിറത്തിൽ പ്രതിഫലം ലഭിക്കുന്നതും നന്മക്ക് ഭാരമുള്ളതുമായ കർമ്മമായി കബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബുല്ലാദമായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയാനും അവിടുത്തെ മഹബത്ത് വെക്കാനും നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സുകൊണ്ട്, ഖൽബ് കൊണ്ട്, ഹൃദയം കൊണ്ട് സ്നേഹിക്കണം. അവിടെയാണ് യഥാർത്ഥ മഹബത്ത് രൂപപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. അങ്ങനെ ഖൽബ് കൊണ്ട് അറിഞ്ഞ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാൾക്ക് കാണാതിരിക്കാൻ എങ്ങനെയായാലും കഴിയില്ല. ഒരാളുടെ മഹബത്താവുന്നത് മഹബൂബിനെ കാണാനുള്ള ആഗ്രഹം മനസ്സിൽ കൂടുതലായി വരുമ്പോഴാണ്. ഖസറത്തു ഷൗഖത്തിൻ ഇലാ ലിഖാഇഹി, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ആഗ്രഹമുണ്ടാവണം. അപ്പോഴേ ഒരാൾക്ക് മഹബത്ത് രൂപപ്പെടും. ഇനി മഹബത്തിൻ്റെ തോത് കുറയുന്നതിനനുസരിച്ച് കാണാനുള്ള ആഗ്രഹം കുറയുകയും ചെയ്യും. ചില പ്രഭാഷണങ്ങളുടെ ലാസ്റ്റ് ഭാഗത്ത് ചിലപ്പോൾ തോന്നും എനിക്കൊന്ന് തങ്ങളെ കാണണം എന്ന്. വീട്ടിലെത്തുമ്പോഴേക്ക് ആ ചിന്തയൊക്കെ മാറിയിട്ടുണ്ടാവും. അത് നമ്മുടെ മഹബത്തിൻ്റെ അല്ലെങ്കിൽ അത്തരക്കാരുടെ മഹബത്തിൻ്റെ തോത് കുറവായതുകൊണ്ടാണ്. എപ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ആഗ്രഹിച്ചവരാണ് സ്വഹാബത്ത്. അത് അവരുടെ മഹബത്തായതുകൊണ്ടാണ്. ഒരാളുടെ മഹബത്ത് യഥാർത്ഥ ലോകത്തേക്ക് എത്തുന്നത് ഫകുല്ലു ഹബീബിൻ യുഹിബ്ബു ലിഖാ ഹബീബിഹി എന്നാണ്. ഇഷ്ടക്കാരെ കാണാൻ ആഗ്രഹിക്കും, എന്തായാലും ആ ആഗ്രഹം മനസ്സിലുണ്ടാവും. മഹബത്താവുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ടാണ് അശ്അരിക്കാരായ സ്വഹാബത്ത് മദീനൻ്റെ അടുത്തെത്തുമ്പോൾ തന്നെ അവർ സന്തോഷം കൊണ്ട് അവർ പറയാണ്, ഗദൻ അൽഖൽ അഹിബ്ബ മുഹമ്മദൻ വസഹബ. നമുക്ക് ഈ മദീനയിലെത്തിയ ഉടനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും കാണാമല്ലോ എന്നതുകൊണ്ട് അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു വഫാത്തിൻ്റെ നേരത്തും ഇതേ വാക്കാണല്ലോ പറഞ്ഞത്. ഭാര്യയോട് പറഞ്ഞ വാക്ക് നമ്മൾ കേട്ടതാണ്. ഗദൻ അൽഖൽ അഹിബ്ബ മുഹമ്മദൻ വസഹബ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയുമല്ലോ, എങ്കിൽ എനിക്ക് മരിച്ചാൽ കുഴപ്പമില്ല എന്നുള്ളിടത്തോളാണ് അവരൊക്കെ പറയുന്നത്. അങ്ങനെ ജീവിതത്തിലെ ഏത് സമയത്തും, അത് ഏതെങ്കിലും ഒരു ലേഖനം വായിക്കുന്ന സമയത്ത് മാത്രം ഉണ്ടാവുന്ന സ്പാർക്കല്ല, ഒരു സദസ്സിൽ പങ്കെടുത്തപ്പോൾ ഒരു മദ്ഹ് ഗാനം കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ചെറിയൊരു തീപ്പൊരിയല്ല, മറിച്ച് സർവ്വസമയത്തും ഇഷ്ടപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള തിടുക്കം, ആവേശം, വല്ലാത്തൊരു ആഗ്രഹം, അതുണ്ടാവുമ്പോഴാണ് മഹബത്താവുന്നതെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയും. മഹബൂബായ ആളെ കാണാൻ ആഗ്രഹിക്കുക എന്നുള്ളത് അസ്ലിയായി, അടിസ്ഥാനപരമായി മഹബത്തിൻ്റെ ഒരു അടയാളമായി ഖാദി ഇയാദ് റഹിമഹുല്ലാഹി പോലുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്കങ്ങനെ മനസ്സിൽ ആഗ്രഹം ഉണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം ഏതെങ്കിലും ഒരു ചെറിയ സമയത്ത് ചുരുങ്ങിപ്പോകുന്ന ഒരു ആഗ്രഹമാണോ എന്നതൊക്കെ ഒരു ആലോചന നമ്മൾ നടത്തേണ്ടതുണ്ട്. അതിൻ്റെ ഒരു വശം നമ്മൾ പറയുകയാണെങ്കിൽ അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം. മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅഹു എന്ന ഹദീസ്. ഒരാൾക്ക് അള്ളാഹുവിനെ കാണാൻ മോഹമുണ്ടെങ്കിൽ അള്ളാഹുവിന് അവനെ കാണാനും ആഗ്രഹം ഉണ്ടാവുന്നു. ഇനി വമൻ കരിഹ ലിഖാ അല്ലാഹ്, എനിക്ക് അള്ളാഹുവിനെ കാണാൻ മരിക്കാൻ പേടിയാണെങ്കിൽ അള്ളാഹുവിനും അവനോട് ഇഷ്ടം ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ മരണം ആഗ്രഹിക്കാതിരിക്കുക എന്നൊരു ചർച്ചയിലേക്ക് വിശാലമായി പോവുകയാണെങ്കിൽ കുറേ പറയേണ്ടി വരും. എങ്കിലും അതിൻ്റെ ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ
അപ്പോൾ മരണം ആഗ്രഹിക്കാൻ പാടില്ല. ലാ യതമന്ന എന്ന അഹദുക്കുമുൽ മൗത്ത് എന്ന സ്വഹീഹായ ഹദീസിലുണ്ട്. മരിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കരുത് എന്നാണ് ഹദീസ്. അത് ഏത് രോഗം വന്നാലും ആഗ്രഹിക്കരുത്. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കൊന്നോളി, എങ്ങനെയെങ്കിലും ഒന്ന് ഓപ്പറേഷൻ ചെയ്തിട്ടാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്തിട്ട് കുട്ടീനെ എടുത്തോളി എന്നല്ല ചില ആൾ പറയാറുണ്ട്. വേദന സഹിക്കാൻ പറ്റാത്തോളി, എങ്ങനെയെങ്കിലും ഒന്ന് കൊന്നോളി എന്നൊന്നും പറയാൻ പാടില്ല. ദയാവധം ഒരിക്കലും ഇസ്ലാം അനുവദിക്കണില്ല. അതെന്ത് വേദന അളകിയാലും ഏത് പേപ്പട്ടി അടിച്ചാലും പാടില്ല. ലിറുരിൻ അസ്വാബഹു, ബുദ്ധിമുട്ട് ദുന്യവിയായ ബുദ്ധിമുട്ടുണ്ടായതിന് പേരിൽ മരണം ആഗ്രഹിക്കരുത്. എന്നെ മരിപ്പിക്കണേ റബ്ബേ എന്ന് ആഗ്രഹിക്കരുത്. അതേസമയം ഉഖ്റവിയായ ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും. എന്നെ മദീനയിൽ മരിപ്പിക്കണേ, എന്നെ ജന്നത്തുൽ ബഖയിൽ കബറടക്കുന്ന രീതിയിൽ മരിപ്പിക്കണേ, ആ ആഗ്രഹം കുഴപ്പമില്ല, അത് നല്ലതാണ്. അതുപോലെ ഫിത്ന ഫസാദ് വർദ്ധിച്ചൊരു കാലം, ആ നാട്ടിൽ അങ്ങനെ ജീവിക്കാൻ തന്നെ പറ്റൂല നല്ല നിലയിൽ, വേറെ നാട്ടിലേക്ക് പോകാൻ വഴിയുണ്ട്. അങ്ങനെയാണെങ്കിലും ആഗ്രഹിക്കാം, അത് അനുവദനീയമാണ്. വിശാലമായി ഫിഖഹിന്റെ ഗ്രന്ഥങ്ങൾ, ജനായിസിന്റെ തുടക്കത്തിൽ തന്നെ എല്ലാ ഗ്രന്ഥങ്ങളിലും കാണാം. മഹാന്മാരായ ഔലിയാക്കളുടെ ജീവിതത്തിലൊക്കെ ഇത്തരം സംഭവങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റും. അതെന്താണ്? മഹാന്മാരായ ഔലിയാക്കളുടെ ജീവിതം പഠിക്കുമ്പോഴേ വായിക്കുമ്പോൾ ഇപ്പൊ ചില മഹാന്മാരുടെ അടുത്തൊക്കെ തഹ്ദീബുൽ അസ്റാറിലൊക്കെ കാണാം. അസ്രായിൽ അലൈഹിസ്സലാം വന്നപ്പോൾ അവർ പറയും, എന്താ അസ്രായിൽ നീ വരാത്തത്, കുറെ കാലമല്ലോ അതിനെ കാത്തിക്കണത്. അതിൻ്റെ ഒക്കെ ഒരർത്ഥം അവർക്ക് അള്ളാഹുവിനെ കാണാൻ മോഹമുണ്ട്, പൂതിയുണ്ട്, ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. അതിനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് ആരോഗ്യകാലത്ത് അവർ നന്നായി ഇബാദത്ത് ചെയ്തു, ഇനി ഒരു നിലക്കും മാറാത്ത രോഗങ്ങൾ അവർ വന്നിരിക്കുന്നു, ഇനി എങ്ങനെയെങ്കിലും അള്ളാഹുവിനെ കാണാനാണ് അവരുടെ മോഹം ഉണ്ടാകുന്നത്. ആ മോഹത്തിൽ നിന്നാണ് അവർ അള്ളാഹുവിനെ കാണാൻ പൂതി വെക്കുന്നത്. അങ്ങനെ ഔലിയാക്കളുടെ ചിത്രം നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം വെക്കാൻ പറ്റും. നമുക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ആഗ്രഹമുണ്ടോ എന്നതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വിശാലമായ ഒരു അധ്യായത്തിലേക്കാണ് പോകുന്നത് എന്നർത്ഥം. ചെറിയൊരു ആമുഖം നൽകി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അള്ളാഹു നമ്മളെല്ലാം ഖൈറിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണൽ, അങ്ങനെ കാണാൻ ഒരാൾക്ക് ആഗ്രഹമുണ്ടാവുക, അതാണ് മഹബത്ത്. മഹബത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ചില പണ്ഡിതന്മാർ പറയുന്നത് അൽ മവാഹിബുൽ ലദുന്നിയിലേക്ക് കാണാം, അൽ മഹബത്തു അശ്ശൗഖു ഇലൽ മഹ്ബൂബ്. ആരെയാണോ ഇഷ്ടപ്പെടുന്നത് ആ ഇഷ്ടപ്പെടുന്നയാളെ മനസ്സുകൊണ്ടും കണ്ണുകൊണ്ടും എല്ലാം കൊണ്ടും കാണാനുള്ള അമിതമായ ആഗ്രഹത്തിനാണ് മഹബത്ത് എന്ന് പറയുന്നത്. സ്വഹാബത്തിന്റെ രക്തത്തിലും സിരകളിലും ധമനികളിലും എല്ലായിടത്തും മഹബത്തും മഹബത്തിന്റെ തെരിപ്പും ഇരിച്ചു കയറിയിട്ട് അവർക്ക് വീട്ടിൽ അടങ്ങിയിരിക്കാൻ പറ്റില്ല. അവർ ഓടി വന്നിട്ട് മുത്തനബി തങ്ങളെ കാണും, അവിടുത്തെ മജ്ലിസിൽ ഇരിക്കും, അവിടുത്തെ മുഖത്ത് നോക്കും, എന്നിട്ട് തിരിച്ചു പോകും. എന്തിനാണ് ഈ സ്വഹാബി വന്നത്? മസ്അലോചിക്കാനാണോ? അല്ല. പിന്നെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ അവർക്ക് മോഹം വന്നു. ആ മോഹം അടക്കി നിർത്തണമെങ്കിൽ തങ്ങളെ കണ്ടേ മതിയാവും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഈ ദുന്യാവിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യം: 1 നബിയെ അൽ ജുലൂസു മഅക, തങ്ങളൊന്ന് ചിരിക്കലാണ്; 2 വന്നദറു ഇലൈക, തങ്ങളിലേക്ക് നോക്കലാണ്; 3-മത്തത് ഇൻഫാഖു മാലി അലൈക, തങ്ങൾക്ക് എൻ്റെ സമ്പത്ത് ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുക. ഈ 3 കാര്യം ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുകയും അത് പ്രവർത്തന പദത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്ത സ്വഹാബിയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനായ ഖാലിദ് ബിൻ മഅദിൻ റളിയല്ലാഹു അൻഹു, അവരെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ വലിയ ഹദീസ് പണ്ഡിതനാണ്. ഹദീസിന്റെ സനദ് വായിക്കുമ്പോൾ മഹാനെ നമ്മൾ വായിക്കും. വലിയ സൂഫിയാണ്. എല്ലാ ദിവസവും ആയിരക്കണക്കിന് ദിക്റുകൾ ചൊല്ലും. എന്നിട്ട് ദിക്ർ ചൊല്ലി 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 വല്ലാഖിരീന അല്ലാഹു കസീറ വസാകിറാത്ത്, ആ ലാഖിരീങ്ങളിൽ മഹാനവറുകൾ പെട്ടു. ആ ലാഖിരീങ്ങളിൽ ആ ലിസ്റ്റിൽ അള്ളാഹു അവരെ ഉൾപ്പെടുത്തി. മഹാനവറുകൾ വഫാത്തായി കഴിഞ്ഞിട്ട് ജനാസ കട്ടിൽ കിടത്തിയതിന് ശേഷം കൈ ഇങ്ങനെ നേരെ വയറിന്റെ മേലെ വെച്ചു കൊടുക്കുമല്ലോ, ആ വെച്ചു കൊടുക്കുന്ന സമയത്ത് മഹാനവറുകളുടെ കൈയിൻ്റെ വിരലിങ്ങനെ ചലിക്കുകയാണ്. പഴയ ശീലത്തിൽ ദിക്ർ ചെല്ലുമ്പോൾ വിരലനക്കിയപ്പോഴേ ആ വിരലനക്കിയ ശീലം മരിച്ചു കഴിഞ്ഞിട്ടും വഫാത്തിന് ശേഷം അവർക്ക് മാറുന്നില്ല എന്നർത്ഥം. ആലോചിച്ച് നോക്കിയേ മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ ഒരു ഹദ്ദാദിൽ 25 ദിക്ർ ചെല്ലുമ്പോഴേ ഒന്ന് അടുക്കള പണീൻ്റെ അടുക്കായിരിക്കും, അല്ലെങ്കിൽ ഡ്രൈവിൻ്റെ അടുക്കായിരിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്.
കൽബറിനുകൊണ്ട് നമ്മൾക്ക് എന്ത് മഹബത്ത്, എന്ത് ദിക്റ ഉള്ളത്. സുബ്ഹാന റബ്ബി. അള്ളാഹു നമ്മളെല്ലാം നന്നാക്കുമാറാവട്ടെ. ചൊല്ലുന്നതെല്ലാം കൽബറിനുണ്ടാവാൻ നമുക്ക് കഴിയണം. ഈ പറയുന്ന ആൾക്ക് ഉണ്ടായതുകൊണ്ടല്ല, ഒരു വിഷയം പറയുമ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്നതാണ്. അള്ളാഹു നമ്മളെല്ലാം യഥാർത്ഥ ദാക്കിര്യങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. കണ്ടോ, അവരുടെയൊക്കെ ഒരു ജീവിതം. എനിക്ക് ഓർമ്മ വരുന്നത് അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹുവിൻ്റെ ഒരു സംഭവമാണ്. മഹാനവറുകൾ തസ്ബീഹ് മാല ഇങ്ങനെ തസ്ബീഹ് ചൊല്ലി 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 ലാസ്റ്റ് അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിൽ തസ്ബീഹ് മാല ഒന്നിങ്ങനെ കയ്യിലിങ്ങനെ ചുറ്റും. തസ്ബീഹ് മാല കയ്യിലിങ്ങനെ ചുറ്റും. അപ്പോൾ കയ്യിലിങ്ങനെ ചുറ്റിയാലേ, അപ്പോൾ നമ്മളിങ്ങനെ തസ്ബീഹ് മാല പിടിച്ചാൽ ഇങ്ങനെ ലാസ്റ്റ് കയ്യിലിങ്ങനെ ചുറ്റാറുണ്ടല്ലോ. ഈ ചുറ്റുന്ന സമയത്ത് ഇതിൽ ഓരോ മണിയും സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലും അത്രേ. അവരല്ല, അവർ ചൊല്ലാനുപയോഗിച്ച തസ്ബീഹ് മാലയിലെ ഓരോ മണിയും സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലും അത്രേ. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹുവിൻ്റെ തസ്ബീഹ് മാലിൻ്റെ പ്രത്യേകത പറയും. എന്നിട്ട് ഈ തസ്ബീഹ് മാല ഭാര്യൻ്റെ കയ്യിൽ കൊടുത്തു. ഭാര്യൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴും അതിങ്ങനെ തസ്ബീഹിലേക്കൊണ്ടിരിക്കും. എന്തുകൊണ്ട്? അവരുടെ ചൊല്ലുന്നതിൻ്റെ റിസൾട്ട് ഹൃദയത്തിലേക്ക് ഇറങ്ങി അതങ്ങനെ അങ്ങനെ അങ്ങനെ കയറിയിട്ട് അവർ ചൊല്ലുന്നതിൻ്റെ റിസൾട്ട് അവരുടെ അവയവങ്ങളിലേക്ക് നീങ്ങി. അതുകൊണ്ടാണ് ഖാലിദ് തങ്ങളുടെ വിരലിങ്ങനെ ചലിച്ചത്. അവരുടെ ചൊല്ലുന്നതിൻ്റെ റിസൾട്ട് അവർ ചൊല്ലാൻ ഉപയോഗിച്ച തസ്ബീഹ് മാലയിലേക്ക് ഇറങ്ങി. അതുണ്ടാവും, നേരെ തിരിച്ചും ഉണ്ടാവുമല്ലോ. ഇപ്പം ഹജറുൽ അസ്വദ് സ്വർഗത്തു നിന്ന് ഇറക്കിയ സാധനമാണല്ലോ. സ്വർഗത്തു നിന്ന് ആദം നബി അലൈഹി സ്വലാം വരുമ്പോൾ 10 സാധനങ്ങൾ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. മൂസ നബി അലൈഹി സ്വലാമിൻ്റെ വടി, സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ മോതിരം, ഹജറുൽ അസ്വദൊക്കെ അതിൽ പെട്ടതാണ്. ഈ ഹജറുൽ അസ്വദ് സ്വർഗത്തു നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് വെളുത്ത കല്ലായിരുന്നു. പിന്നെ തെറ്റുകാരായ മനുഷ്യന്മാർ മുത്തി 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 ചുംബിച്ച് ബ്ലൂടൂത്ത് ഇൻഫ്രാറെഡ് വഴി ഇവരുടെ തെറ്റ് അങ്ങോട്ടേക്ക് എത്തി. അങ്ങനെ ആ കല്ല് കറുത്തു പോയതാണ്. അങ്ങനെ കല്ല് തെറ്റുകാരായ മനുഷ്യന്മാർ ചുംബിച്ചിട്ട് കറുത്തു പോയെങ്കിൽ നിന്റെ ഉള്ളിലുള്ള ഹൃദയം എത്രമാത്രം കട്ടിയായി കറുത്തു പോയിട്ടുണ്ടാവും എന്ന് ഹാഫിള് സുയൂത്തി റളിയല്ലാഹുവിൻ്റെ ഒരു ചോദ്യം. അപ്പോൾ 2 ഭാഗത്തും ഉണ്ടാവും എന്നർത്ഥം. നന്മ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മളെ അവയവങ്ങൾക്ക് ഉണ്ടാവും, തിന്മ ചെയ്യുമ്പോൾ തിരിച്ചും ഉണ്ടാവും. വിശദമായ പഠനത്തിന് അൽ ഹാവിലിൽ ഫതാവ നമുക്ക് വായിക്കാം. തസ്ബീഹ് മാല സ്വന്തമായിട്ട് ഉണ്ടാവുന്നു സുന്നത്താ. തസ്ബീഹ് മാലയോ കൗണ്ടറൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാകണം. ഇത്ര വലിയ സ്ഥാനത്തെത്തിയിട്ട് നിങ്ങൾ ആ പഴയ തസ്ബീഹ് മാലയൊന്നും ഒഴിവാക്കിയിട്ടില്ലേ എന്ന് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്. അതിന് മഹാനവറുകൾ നൽകുന്ന മറുപടി, എന്നെ ഈ സ്ഥാനത്തേക്ക് എത്തിച്ചത് തസ്ബീഹ് മാലയാണ്, പിന്നെ എങ്ങനെയാണ് ഞാനത് ഒഴിവാക്കുക? കണ്ടോ, ഞാൻ എങ്ങനെയാണ് പിന്നെ ഒഴിവാക്കുക? തസ്ബീഹ് മാല അല്ലെങ്കിൽ കൗണ്ടർ അത് സ്വന്തമായിട്ട് ഉണ്ടാകണം. കാരണം അത് കണ്ടാൽ നമുക്ക് അല്പം ചൊല്ലാൻ തോന്നും. ഇപ്പോൾ ഒരു തസ്ബീഹ് മാല നമ്മളെ ബെഡിൻ്റെ മേലെ ഉണ്ടെന്ന് സങ്കല്പിക്കാം, അല്ലെങ്കിൽ കൗണ്ടർ മേശൻ്റെ മേലെ ഉണ്ട്. അത് കണ്ടാൽ ഒരു 100 സ്വലാത്തിലേക്ക്. അപ്പം നന്മയിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതുണ്ടാവുന്നത് നല്ലതാണ്. വിരൽ കൊണ്ട് ചൊല്ലലാണോ നല്ലത്, തസ്ബീഹ് മാല ഉപയോഗിക്കലാണോ നല്ലത് എന്ന് ചോദിച്ചാൽ, എണ്ണം പിഴക്കൂല എന്ന് ഉറപ്പുള്ള ഒരാൾ അല്പം ചൊല്ലുന്നു, അല്ലെങ്കിൽ കൂടുതൽ ചൊല്ലിയാൽ തന്നെ അയാൾക്ക് എണ്ണം പിഴക്കൂല. അദ്ദേഹം വിരലുകൊണ്ട് ചൊല്ലുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അഫ്ളലായ അദ്ദേഹത്തിന് അങ്ങനെയാണ് നല്ലത്. അതേസമയം എണ്ണം പിഴക്കുമോ എന്ന് പേടിയുണ്ട്. ചിലപ്പോൾ ചില ആൾക്ക് 33 സുബ്ഹാനല്ലാഹ് തന്നെ പിഴക്കാൻ സാധ്യതയുണ്ട്. അത്തരക്കാർ തസ്ബീഹ് മാല ഉപയോഗിക്കണമായിരിക്കും ബെറ്റർ എന്ന് ബുൽഖീനി ഇമാമിൻ്റെ ഫത്വ ഉദ്ധരിച്ച് സുയൂത്തി ഇമാം റഹിമഹുല്ലാഹ് തന്നെ പറയുന്നുണ്ട്. അള്ളാഹു നമ്മളെല്ലാം ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ഇപ്പോൾ അതല്ല നമ്മളെ വിഷയം. ഖാലിദ് ബിൻ മഅദ് റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി അല്പം കൂടുതൽ പറഞ്ഞു. മഹാനവറുകൾ എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയലെന്നറിയാം? അവരുടെ മകൾ പറയുകയാണ്, വാപ്പ എപ്പോഴും രാത്രി കിടക്കുമ്പോൾ മാക്കാന ഖാലിദ് യഅ്വി ഇലാ ഫിറാശിൻ, എപ്പോഴും വിരിപ്പിലേക്ക് പോകുന്ന നേരത്ത് അവർ പറയും, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ അമിതമായ ആഗ്രഹം പൂതിയുള്ളത് കൊണ്ടാണ് പറയണത്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹാബത്തിനും പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഓരോ സഹാബിയുടെ പേരിങ്ങനെ ചൊല്ലും, പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വയഖൂൽ, എന്നിട്ട് തങ്ങളുടെ പേരും സഹാബത്തിൻ്റെ പേരൊക്കെ പറഞ്ഞ് അവസാനം പറയും, ഹും അസ്ലി വ ഫസ്ലി, എൻ്റെ എല്ലാമാണവർ, എൻ്റെ പിടിവള്ളിയാണവർ. വ ഇലൈഹിം യഹിന്നു ഖൽബി, എൻ്റെ കൽബ് പെടയുന്നു അവിടെ എത്താൻ. താല ഷൗഖി ഇലൈഹിം, അവരിലേക്ക് പോകാൻ എനിക്ക് പൂതിയാവുന്നു. അതുകൊണ്ട് എൻ്റെ റബ്ബേ, എനിക്ക് വേഗത്തിൽ അവരിലേക്ക് എത്താനുള്ള വഴി എളുപ്പമാക്കി തരണമേ.
അങ്ങനെ ഉറങ്ങും. പിറ്റേന്നും പറയും ഇതുപോലെ. ഇങ്ങനെ എല്ലാ ദിവസവും നബിയെയും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെയും കാണാൻ പൂതി വെച്ച് ആ ആഗ്രഹം പറയുന്ന മഹാനാണ് ഖാലിദ് ബിൻ മഅ്ദൻ റളിയല്ലാഹു അൻഹു. അള്ളാഹു അവരുടെ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാവട്ടെ. അപ്പൊ പ്രേമത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, മഹബത്തിൻ്റെ തീ അണയണമെങ്കിൽ മെഹബൂബിനെ കാണണം, എന്നാലേ അടങ്ങുള്ളൂ. നമുക്കും ആഗ്രഹം വേണം കാണാൻ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൽബ് കൊണ്ട്, കണ്ണുകൊണ്ട് കാണണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവും. അങ്ങനെ കണ്ടാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം എളുപ്പമായി കിട്ടും. ഒരു തവണയെങ്കിലും കണ്ടു കിട്ടും എന്ന് പറഞ്ഞാൽ ഒരു തവണ സ്വപ്നത്തിൽ കാണുക എന്നതിലപ്പുറത്ത് യഥാർത്ഥ ലോകത്ത് നമുക്ക് കാണാൻ പറ്റണം. അതിലേക്ക് നമുക്ക് വഴിയെ വിശദീകരണം ഉണ്ടാകുമ്പോൾ മനസ്സിലാവും, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതിലേക്ക് വഴിയെ വരാം. തീർത്തും തമ്മാടിത്തത്തിലായി ജീവിച്ച ഒരു സ്ത്രീ അൽ മവാഹിബുൽ ലദുന്നിയയിൽ കാണാം, ഷറഹു സ്വലാത്തിൽ മശീഷയിൽ കാണാം. എന്താണ് ആ പെണ്ണ്? ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത പെണ്ണാണ്, ഒരുപാട് വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത ആളാണ്. ആ സ്ത്രീ മരണപ്പെട്ടപ്പോൾ അവളെ ഒരാൾ സ്വപ്നത്തിൽ കണ്ട് ചോദിച്ചു, മാ ഫഅല അല്ലാഹു ബിക്കി, നിന്നെ എന്താ അള്ളാഹു ചെയ്തത്? ഗഫറ ലി, എനിക്ക് അള്ളാഹു എല്ലാം പുറത്തു തന്നു. ഖീല, അപ്പോൾ സ്വപ്നത്തിൽ കണ്ടയാൾ ചോദിച്ചു, ബിമ, എന്തുകൊണ്ടാണ് നിനക്ക് അള്ളാഹു എല്ലാ തെറ്റും പുറത്തുതരാൻ കാരണം? അപ്പോൾ അവൾ പറയുകയാണ്, ബിമഹബ്ബത്തി ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ റസൂലുള്ളാഹിനോട് ഞാൻ മഹബത്ത് വെച്ചിട്ടുണ്ട്. വശഹ്വത്തി അന്നദറു ഇലൈഹി, റസൂലുള്ളാഹിനെ കാണാൻ ഞാൻ വല്ലാതെ പൂതി വെച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സിലെ വല്ലാത്തൊരു ആഗ്രഹവും വികാരമായിരുന്നു എൻ്റെ തങ്ങളെ എനിക്ക് കാണാം. തെറ്റുകുറ്റങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ എനിക്ക് വല്ലാത്ത പൂതിയാണ്, വല്ലാത്ത ആഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്, റബ്ബേ എനിക്ക് സ്വർഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു തരണമേ, തങ്ങളെ എനിക്ക് തങ്ങളെ കൂടെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് നൽകണമേ എന്ന് ദുആ ചെയ്തിട്ടുണ്ട്. ഈ ഒറ്റൊരു ദുആഇൻ്റെയും എൻ്റെ മനസ്സിലെ പൂതിയുടെയും കാരണത്താൽ എനിക്ക് എല്ലാ തെറ്റും അള്ളാഹു പുറത്തു. അള്ളാഹു എന്നോട് പറഞ്ഞു, നീ ശരിക്കും തെറ്റ് ചെയ്ത ആളായതുകൊണ്ട് ശിക്ഷിക്കപ്പെടേണ്ട ആളാണ്, ശരിയാണ്. പക്ഷെ നിന്റെ ആ ആഗ്രഹം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ സീറ്റ് വെച്ച് നിന്നെ എങ്ങനെയാണ് നരകത്തിൽ കിടത്തുക? അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് സ്വർഗം തന്നത്, എൻ്റെ പാപം പുറത്തന്നത്. തെറ്റുകാരായ നമുക്കും പ്രതീക്ഷകൾ ഉണ്ട് കൂട്ടരെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു തവണയെങ്കിലും കാണാൻ നമുക്ക് കഴിയണം. ജീവിതത്തിൽ മുഴുവനും അനുഭവിച്ച സ്വഹാബത്ത് എപ്പോഴും ഇനിയും ഇനിയും കാണണമെന്നും, സ്വർഗത്തിൽ കാണാൻ പറ്റൂലേ നബിയെ, മഹ്ശറിൽ എവിടെയാണ് വരേണ്ടത് എന്നൊക്കെ ചോദിച്ചു വെച്ചത് മെഹബൂബിനെ കാണാനുള്ള പൂതി കൊണ്ടാണ്. ആ അർത്ഥത്തിൽ നമുക്കും ഇഷ്കിനെ പൂർത്തിയാകുന്ന ഒരു ലോകത്തേക്ക് എത്തിക്കാൻ പറ്റും. ഖൽബ് കൊണ്ട് കാണണം, പഠിക്കണം. കൂടുതൽ കൂടുതൽ മുത്തുനബിയെ പഠിച്ചാലേ കാണാൻ പൂതി വരുള്ളൂ. കൂടുതൽ പഠിക്കണം മെഹബൂബിനെ കുറിച്ച്. അത്തരം അവസരങ്ങൾ ഉപയോഗിക്കണം എന്നല്ല, ഉപയോഗപ്പെടുത്തണം. അങ്ങനെ അവസരങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ കണ്ണിൽ കാണണം, സ്വപ്നത്തിൽ കാണുക, ഉണർവിൽ കാണുക. ഇങ്ങനെ രണ്ട് കാറ്റഗറി ഉണ്ട് ഈ വിഷയത്തിൽ. വിശാലമായൊരു ലോകമാണ്. അതിനു മുമ്പ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തമ്മിലുള്ള ബന്ധം എങ്ങനെയെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അയിന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണ്? നിന്റെ ഖൽബിലുണ്ടോ? നിന്റെ ചിന്തയിലുണ്ടോ? നിന്റെ മുമ്പിലുണ്ടോ? നിന്റെ ആലോചനയിലുണ്ടോ? അല്ല നിന്റെ രക്തത്തിലൂടെ റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ് ഓടുന്നുണ്ടോ? ഹൽ ശഗൽത ബിഹി യൗമൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം തനം, കിതാബ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. റസൂലുള്ളാഹിനെ ഓർമ്മിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം എൻ്റെ പൊന്നുമോനെ നീ ഉറക്കൊഴിഞ്ഞിട്ടുണ്ടോ? ഒറ്റൊരു ദിവസമേ ചോദിക്കുന്നുള്ളൂ, ഒരു കൊല്ലത്തിലല്ല, നിന്റെ ആയുഷ്കാലത്തിലെ ഏതെങ്കിലും ഒരു ദിവസം നീ ഇഷ്ടപ്പെടുന്ന ആൾ എന്നാണല്ലോ പറയണത്. ആ ഇഷ്ടപ്പെടുന്ന ആളെ ഓർത്തിട്ട് ഏതെങ്കിലും ഒരു രാത്രി മുഴുവൻ ഉറക്കൊഴിഞ്ഞിട്ടുണ്ടോ? ഹൽ ഖുംത യൗമൻ മിൻ നൗമിക വഅൻത തുസല്ലി അലൈഹി, റസൂലുള്ളാഹിക്ക് സ്വലാത്ത് എല്ലാം വേണ്ടി മാത്രം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് എല്ലാം വേണ്ടി മാത്രം നീ ഏതെങ്കിലും ദിവസം ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ഞെട്ടിയിട്ടുണ്ടോ? കുറച്ച് സ്വലാത്ത് എല്ലാം വെള്ളിയാഴ്ച രാവ് അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവ് ഏതെങ്കിലും ഒരു ദിവസം ഇഷ്ടപ്പെടുന്നു എന്നാണല്ലോ നിന്റെ വാദം. നഅം സറാ ത്വയ്ഫു മൻ നഹവ ഫാറഖനി,
ബുസൂരി ഇമാം ഉറക്കം കെട്ടുപോയത്, ബുസൂരി ഇമാമിന് ഉറക്കില്ലാതായത്, സൗബാൻ റളിയല്ലാഹുവിന് ഭക്ഷണം കഴിക്കാൻ പറ്റാതിരുന്നത് പ്രേമരോഗം കാരണത്താലാണല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർത്തുകൊണ്ട് ഏതെങ്കിലും ദിവസം ഉറക്കൊഴിവാക്കിയിട്ടുണ്ടോ? ഹൽ ത്വഹർത ഫമക ബിസ്വലാത്തി അലൈഹി, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് എല്ലിയിട്ട് നിന്റെ വായ നീ ഇതുവരെ ശുദ്ധിയാക്കിയോ? ബാദാ അറഫ്ത അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൽ റഅയ്ത അൻവാറഹു, നീ എന്താണ് നബി തങ്ങളെ കുറിച്ച് ഇതുവരെ ജീവിതത്തിൽ പഠിച്ചത്? തങ്ങളെ കുറിച്ച് എന്തെല്ലാം നിനക്ക് അറിയാം? അവിടുത്തെ പ്രകാശം ജീവിതത്തിൽ ഇതുവരെ കണ്ടു? കൈഫ റഅയ്തഹു, എങ്ങനെയാണ് കണ്ടത്? അവിടുത്തെ പല്ലിൻ്റെ ഇടയിലൂടെ വരുന്ന മുത്തുപോലുള്ള വെളിച്ചം, അവിടുത്തെ മുഖത്ത് സൂര്യൻ കറങ്ങുന്നത് പോലുള്ള പ്രതീതി, ഇതെപ്പോഴെങ്കിലും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നിങ്ങനെ നമ്മൾ സ്വന്തം ഇങ്ങനെ ആലോചിച്ച് നോക്കി. ചില ചോദ്യങ്ങൾ സ്വന്തത്തോട് തൊടുതു വിടാനുണ്ട്. ആരെങ്കിലും ചോദിക്കണതിന് മുമ്പ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, എന്താണ് ജീവിതത്തിൽ എൻ്റെ അവസ്ഥ? ഹൽ ശമംത റാഇയത യർഖഹു, അവിടുത്തെ വിയർപ്പിൻ്റെ സുഗന്ധം അനുഭവിച്ചോ? ഹൽ റഅയ്ത അന്നൂറ യഖ്റുജു മിൻ സനായാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ പല്ലിനിടയിലൂടെ വരുന്ന പ്രകാശത്തെ മോനെ നീ കണ്ടുവോ? ഇങ്ങനെ ഉള്ളിൽ ചോദിക്കേണ്ട പല ചോദ്യങ്ങളും നമുക്കുണ്ട്. കുറേ ചോദ്യങ്ങളാണ് മഹാന്മാരെ പല വിധത്തിലും മഹാന്മാരാക്കി. പല മഹാന്മാരുടെയും തൗബയുടെ കാരണം, ഇഷ്കിന്റെ ലോകത്തേക്ക് കടന്നു വരാനുള്ള കാരണം, സൂഫി ലോകത്തേക്ക് വരാനുള്ള കാരണം, അതൊക്കെ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയേ. സ്വയം ഉണ്ടായ ചിന്തകളോ ആലോചനകളോ മറ്റുള്ള ഒരാൾ തൊടുത്തുവിട്ട ചോദ്യങ്ങളൊക്കെ ആയിരിക്കും പലപ്പോഴും മഹാന്മാരെ മഹാന്മാരാക്കിയത്. ജീലാനി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കണ മാസമല്ലേ? പശുവെ ഓടിക്കണ നേരത്ത് നിങ്ങൾ ഇതിനാണോ പടക്കപ്പെട്ടത് എന്ന് പശു ചോദിച്ചത് മുഹയ്യദ്ദീൻ മാലയിൽ നമ്മൾ പാരായണം ചെയ്യാറില്ലേ? അതുമുതലല്ലേ സൂഫി ലോകത്തേക്ക് വഴിതിരിച്ചു വിട്ട് ഇൽമിന്റെ ലോകത്തേക്ക് ബഗ്ദാദിലേക്ക് പോകാനുള്ള ഒരു വഴിയൊരുങ്ങുന്നത്. ഇതുപോലെ നമ്മൾ നമ്മളോട് ചോദിക്കുക, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുവോ എന്ന് നമ്മളോട് തന്നെ വയ്ക്കുക. ചോദ്യങ്ങൾ ഇങ്ങനെ ഒരുപാട് കിതാബുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന നമ്മളെ ചിന്തിപ്പിക്കുന്ന ചില ചോദ്യങ്ങൾ. യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പലതും ചെയ്തു കൂട്ടുന്ന നമ്മൾക്ക് ഏതെങ്കിലും ഒരു ദിവസം റസൂലുള്ളാഹിനെ ഓർത്തിട്ട് ഉറക്കം വരുന്നില്ല, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും ഒരു ദിവസം നമുക്കങ്ങനെ ഉറക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? യഥാർത്ഥ പ്രേമമാണെങ്കിൽ ഉറക്കം നഷ്ടപ്പെടുന്നതാണ് സ്വഹാബത്തിന്റെ, താബീങ്ങളുടെ, പിൽക്കാലക്കാരുടെ, ബുസൂരി ഇമാമിന്റെ ഒക്കെ ജീവിതം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ ഒരു ലോകം നമുക്ക് ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് കുറെ മാറേണ്ടതില്ലേ? നമ്മുടെ മഹബത്താവണമെങ്കിൽ ഇനിയും ഒരുപാട് സഞ്ചരിക്കേണ്ടതില്ലേ? ഇപ്പോൾ 2 മദ്ഹ് ഗാനം പാടിയാൽ അവൻ മാദിഹുർ റസൂലായി. 2 ഗാനം പാടിയാൽ സൂപ്പർ, 2 പാട്ട് പാടിയാൽ ആയോ? മാദിഹായോ? ആയോ? ആഷിഖായോ നമ്മൾ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇഷ്കും മഹബത്തും ഇനിയും കുറെ പഠിക്കാനുണ്ട്. എന്നിട്ടല്ലേ അതിലേക്ക് കടക്കുക. ഈ ചോദ്യങ്ങളാണ്. ഹൽ റഅയ്ത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ ഒരു കിതാബ് തന്നെ ഉണ്ട്. നീ നബിയെ കണ്ടുവോ മോനെ? എന്താണ് ആ ചോദ്യം? ആ ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് കയറണം, ആഴ്ന്നിറങ്ങണം ആ ചോദ്യം. നീ നബിയെ കണ്ടുവോ? അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന് 15 വയസ്സ് പൂർത്തിയായി. ഉമ്മനോട് സന്തോഷത്തോടെ പറഞ്ഞു, ഉമ്മ അസ്ബഹ്തു റജുല, ഞാനൊരു പുരുഷനായി, ഞാനൊരു ആൺകുട്ടിയായി ഉമ്മ. ഈ അറബികൾക്ക് ആണാവുക, അതിന് മുമ്പുള്ള പ്രായം എന്ന് പറയുന്നതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ആണായിക്കഴിഞ്ഞാൽ പല ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിക്കും. അത് അവരുടെ ഒരു വല്ലാത്ത ചങ്കൂറ്റത്തിൻ്റെ അടയാളം കൂടിയാണ്. ഞാനൊരു ആണായി, ആൺകുട്ടിയായി എന്ന് പറഞ്ഞാൽ അത് മുതലേ സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ വീട്ടുകാരെ അനുവദിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രായപൂർത്തി വയസ്സുകൊണ്ടോ മറ്റോ ആയാൽ അവർ അത് പ്രഖ്യാപിക്കുകയും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള സന്മനസ്സോടെ അവർ മുന്നോട്ട് വരികയും അത് വീട്ടിൽ ഒരു കൃത്യമായ ഒരു ശബ്ദം ഉണ്ടാവുകയും ചെയ്യും. വീട്ടുകാരെല്ലാം അറിയുന്നർത്ഥം. അസ്ബഹ്തു റജുല, ഉമ്മ ഞാനൊരു ആൺകുട്ടിയായി. മഹദിയായ ഈ ഉമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട് മോനോട്, ആണായി. ഹൽ റഅയ്ത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ റസൂലുള്ളാഹിനെ ഇതുവരെ കണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാ നീ ആണാവുക? സ്വന്തം നേതാവിനെ കാണാതെ എന്ത് ആൺകുട്ടിയടോ? ആ ചോദ്യം മനസ്സിൽ എങ്ങോട്ട് ആഴ്ന്നിറങ്ങിപ്പോയി. ഉമ്മ എങ്ങനെയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുക? മോനെ അക്സിരി സ്വലാത്ത അലൽ ഹബീബിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ പേരിൽ കൂടുതൽ സ്വലാത്തല്ല.
അങ്ങനെ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു കൂടുതൽ 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 സ്വലാത്തെല്ലാം തുടങ്ങി. ധാരാളം സ്വലാത്തെല്ലിയപ്പോൾ ഒരു തവണ സ്വപ്നത്തിൽ കണ്ടു. വളരെ സന്തോഷത്തോടെ രാവിലെ ഉമ്മാനോട് പറയുകയാണ്, അസ്ബഹ്തു റജുല, ഞാനൊരു ആൺകുട്ടിയായി ഉമ്മാ. ചോദിച്ചു, എന്തേ? ഹൽ റഅയ്ത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ റസൂലുള്ളാഹിനെ കണ്ടോ? കണ്ടു. ഹൽ റഅയ്തഹു ഫിൽ മനാമി അവിൽ യഖ്ള, നീ ഉണർവിലാണോ കണ്ടത് ഉറക്കിലാണോ? ബൽ ഫിൽ മനാം, ഉറക്കിൽ. ഉറക്കിൽ കണ്ടതാണോ കാര്യമായിട്ട് പറയണത്? ഉണർവിൽ ഇതുവരെ കണ്ടിട്ടില്ലേ, പിന്നെ എങ്ങനെ നീ ആണാവാനാ? അബൂ യസീദ് തങ്ങൾ നെട്ടിപ്പോയി ഉമ്മയുടെ ചോദ്യം കേട്ടിട്ട്. ഉറക്കിൽ കണ്ടതാണോ നീ കാര്യമായിട്ട് പറയുന്നത്? ഉണർവിൽ ഇതുവരെ കണ്ടിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ എൻ്റെ പൊന്നുമോനെ, നീ അത്തഹിയാത്തില് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുള്ളാഹി എന്ന് ചൊല്ലാറില്ലേ എല്ലാ നിസ്കാരത്തിലും? അതുകൊണ്ട് ഈ അസ്സലാമു അലൈക ആരോടാ പറയണത്? അത് ഗായിബൻ ഔ ഹാദിറൻ, എവിടെയോ ഉള്ള ആളോടാണെങ്കിൽ അസ്സലാമു അലൈഹി എന്ന് പറഞ്ഞാൽ പോരെ, അവരോട് സലാം പറയുന്നു എന്ന് കൊടുത്തയച്ചാൽ പോരെ. ഇത് ഹാദിറായി പ്രസന്റ് ഉള്ള ആളോടായോണ്ടല്ലേ നിങ്ങളോട് തങ്ങളെ അയ്യുഹൻ നബിയു, ഓ നബിയെ എന്ന അർത്ഥത്തിൽ ഇവിടെ പ്രസന്റ് ഉള്ള ലമീർ ഉപയോഗിച്ച് ക എന്നല്ലേടോ നീ ഉപയോഗിക്കുന്നത്? അസ്സലാമു അലൈക പ്രസന്റ് ആയതിനല്ലേ അസ്സലാമു അലൈക എന്ന് പറയാ. അപ്പൊ എവിടെയോ ഉള്ള തങ്ങളോടാണോ നീ സലാം പറയണത്? നിന്റെ മുമ്പിൽ ഇല്ലേ തങ്ങൾ? ഇനി ഉണ്ടെങ്കിൽ തന്നെ നീ കാണുന്നില്ലേ? നീ ആ കുട്ടിയൊന്നും ആവൂല. ഉമ്മയുടെ വർത്തമാനം കേട്ടിട്ട് സുബ്ഹാൻ റബ്ബി, അബൂ യസീദ് തങ്ങൾ വല്ലാതെ മനസ്സ് വല്ലാതെ ചിന്തിച്ചു. എന്താണ് റബ്ബേ, ശരിയല്ലേ ഉമ്മാന്റെ എന്തൊരു ചോദ്യം? ആലോചിച്ച് നോക്കിയ കൂട്ടരെ, നമ്മളെത്ര കാലായി അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുന്നു? ആരോടാ പറയണത്? അബൂ യസീദ് തങ്ങൾ വശറഅഫി സ്വലാത്ത്, നിസ്കാരത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചു. വളരെ ഭയഭക്തിയോടെ നിസ്കരിച്ച് ഇവിടെ ഇങ്ങനെ സലാമു അലൈക അയ്യുഹൻ നബി എന്നിങ്ങനെ വളരെ ആത്മാർത്ഥതയോടെ പറഞ്ഞപ്പോൾ മുത്തുനബി തങ്ങൾ മുമ്പിൽ കാണുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടക്കുന്നു. ആ ചെവി മധുരമായ സൗണ്ടിന് അവർക്ക് കേൾക്കാൻ കഴിഞ്ഞു. സലാം മടക്കി. സ്കാരൊക്കെ കഴിഞ്ഞ് പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് അബൂ യസീദ് തങ്ങൾ വന്നിട്ട് പറഞ്ഞു, അസ്ബഹ്തു റജുല, ഞാനൊരു ആൺകുട്ടിയായി ഉമ്മ. കണ്ടോ? അപ്പോഴാണ് ഉമ്മ പറയുന്നത്, അസ്ബഹ്ത റജുല, എൻ്റെ പൊന്നുമോൻ ഇപ്പോൾ ആൺകുട്ടിയായി. എന്താണ് ഈ സംഭവം നമ്മളെയൊക്കെ പഠിപ്പിക്കുന്നത്? എന്താണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്? ഇതേതാ പ്രായ അബൂ യസീദ് തങ്ങളുടെ? ഈ അബൂ യസീദ് റളിയല്ലാഹു ഏത് ദറജയിലേക്ക് എത്തിയതെന്നറിയാം? അബൂ യസീദ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ഒരു ഫഖീഹായ, കർമ്മശാസ്ത്രത്തിൽ നല്ല കഴിവുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പൂതിയുണ്ട്, എന്തേലും വഴി പറഞ്ഞു. അബൂ യസീദ് റളിയല്ലാഹു ചോദിച്ചു, നീ പറയണത് ആത്മാർത്ഥമായിട്ടാണോ? എന്തെങ്കിലും ഒരു തെരുപ്പിൽ പറയണാണോ? അല്ല, ആത്മാർത്ഥമായിട്ടാണോ? ആത്മാർത്ഥമായിട്ടാണ്. ഉറപ്പല്ലേ? ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നിന്റെ വീട്ടിലേക്ക് കയറുന്ന ആ സ്റ്റെപ്പില്ലേ, ആ സ്റ്റെപ്പിന്റെ തൊട്ടപ്പുറത്ത് കുഴിച്ചിട്ടിരിക്കുന്ന 300 സ്വർണ്ണ നാണയമില്ലേ, അതിൽ 100 സ്വർണ്ണ നാണയം പാവപ്പെട്ടവർക്ക് സ്വതക്ക ചെയ്യൂ എന്ന കാണൂ. അപ്പോൾ വന്നാള് സ്വതക്ക ചെയ്യാ, പ്രശ്നമല്ല, ഞാൻ അവിടെ കുഴിച്ചിട്ട വിവരം ആരും അറിയില്ലല്ലോ, ഉസ്താദ് എങ്ങനെ അതറിഞ്ഞു? അപ്പോൾ അബൂ യസീദ് റളിയല്ലാഹു തിരിച്ചു പറയുന്ന വാക്കാണ് മനോഹരമായ വാക്ക്. നീ ആരെയാണോ കാണാൻ ആഗ്രഹിച്ചത്, ആ മുത്തുനബി തങ്ങൾ ഇപ്പോൾ എനിക്ക് തന്ന സന്ദേശമാണ് ഇങ്ങനെ വിഷയം പറഞ്ഞേക്കുക. സയ്യിദുനാ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു മുഖം നോക്കിയാൽ നരകത്തേക്ക് പോകില്ല. അത്രയും വലിയ കുത്തുബാണ്. വലിയും മിൻ ഔലിയാഇല്ലാഹ്. അള്ളാഹു അവരുടെ മദദ് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഔലിയാക്കണ മനസ്സിൽ ഇടം പിടിക്കണം. കഅബന്റെ ഉള്ളിൽ കയറിയ ആൾക്ക് അള്ളാഹു സംരക്ഷണം കൊടുക്കുന്നത് പോലെ, അങ്ങനെയാണല്ലോ മക്കം ഫതഹിന്റെ അന്ന് സ്വഹാബത്തും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ ശത്രുക്കൾ പേടിച്ച് വർക്കുണ്ട്. അപ്പോഴാണ് ആയത്തിറങ്ങിയില്ലേ, വമൻ ദഖലഹു കാന ആമിന, കഅബന്റെ ഉള്ളിൽ കയറിയ ഒരു പ്രശ്നമില്ല, അവരാക്രമിക്കൂല. കഅബന്റെ ഉള്ളിൽ കുറെ ആൾ ഇരച്ചു കയറിയില്ലേ. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, ഹക്കദാ മൻ ദഖല ഫീ ഖൽബി മിൻ ഔലിയാഇല്ലാഹ്, തഫ്സീർ ഇബ്നു അജീബ. ഔലിയാക്കളുടെ മനസ്സിൽ കയറിയാലും ഒരിക്കൽ ദുനിയാവും ആഖിറത്തിലും പേടിക്കണ്ട. ഔലിയാക്കളുടെ മനസ്സിൽ വേഗം കയറി പറ്റണം. ജീലാനി തങ്ങളുടെ മനസ്സിൽ കയറി പറ്റാൻ പറ്റിയ ഏറ്റവും നല്ല മാസമായി അവരുടെ പേരിൽ യാസീനോദിയും മൗലിദല്ലിയും മാലചൊല്ലിയും റാത്തീവ് ചൊല്ലിയും അവരുടെ പേരിൽ ഫാത്തിഹയെങ്കിലും ചുരുങ്ങിയതോതി മഹാനവറുകളുടെ മനസ്സിൽ നമ്മൾ കയറി പറ്റണം. അള്ളാഹു ഔലിയാക്കളെ ഒക്കെ ബർക്കത്തുകൊണ്ട് നമ്മളെ നന്നാക്കട്ടെ.
കൂട്ടരെ, അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു അവരുടെ മുഖത്ത് ഒരാൾ നോക്കിയാൽ ആ നോക്കിയ ആൾ നരകത്തേക്ക് പോലത്ര. റൂഹുൽ ബയാനിൽ അതിൻ്റെ വിശദീകരണം കാണാം. അങ്ങനെ ചില ചോദ്യങ്ങളാണ് മഹാന്മാരാക്കി. ബൂസൂരി ഇമാമിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പല ഔലിയാക്കളുടെയും ജീവിതത്തിൽ നമുക്കിത് കാണാം. ആ ഒരു ചോദ്യം നമ്മുടെ നേർക്ക് നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. ഹൽ റഅയ്തൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എടാ മോനെ നീ റസൂലുള്ളാഹിനെ കണ്ടോ? ഇല്ലല്ലോ. അത് കിനാവിൽ കാണുക എന്നതിലപ്പുറത്തൊരു ചിന്തയാവണം. മനസ്സുകൊണ്ട് കാണണം, ഖൽബ് കൊണ്ട് കാണണം. ബുശ്റാ ലി ഉമ്മത്തിഹി ലിറുയതി വജ്ഹിഹി എന്നുള്ള ലോകത്തേക്ക് നമുക്ക് എത്താൻ പറ്റണം. സ്വപ്നം അതാദ്യം നമുക്ക് ചർച്ച ചെയ്യാം. പഠിക്കുമ്പോൾ എല്ലാം പഠിക്കണമല്ലോ. മൻ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ള, മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി ഹഖ്ഖാ. എന്നെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ എന്നെ തന്നെയാണ് കണ്ടത്. ഫഇന്ന ശൈത്വാന ലാ യതമസ്സലു ബി, ശൈത്വാനെ എൻ്റെ രൂപം പ്രാപിക്കാൻ കഴിയില്ല. 7 രൂപത്തിലേക്ക് പിശാചിന് രൂപം മാറാൻ കഴിയില്ല. അതിലൊന്ന് അമ്പിയാക്കളുടെ രൂപത്തിൽ പിശാചിന് വരാൻ പറ്റില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ കാണാനാവുമോ? കാണാനാവും. അത് നന്മ ചെയ്ത സൂഫിയാക്കൾക്ക്, ഔലിയാക്കൾക്ക്, മുത്തഖീങ്ങൾക്ക് മാത്രമേ സാധ്യമാവുള്ളൂ? അല്ല, തെറ്റുകാരായ മനുഷ്യന്മാർക്കും കാണാം. മങ്കൂസ് മൗലിദില് ഖാല അലി ഇബ്നു സയ്യിദ് റഹിമഹുല്ലാഹ് കാന ഇലാ ജാനിബി റജുലിൻ ദിമ്മി വകുന്തു ഫി ശഹരി റബീഉൽ അവ്വൽ അമലു മൗലിദൻ ലിന്നബി സല്ലല്ലാഹു ഇങ്ങനെ പറയുന്ന ആ ഭാഗത്തുണ്ടല്ലോ, ദിമ്മിയായ ഒരാൾ, ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലാത്ത ഒരാൾ പോലും തങ്ങളെ കണ്ട് നന്നായില്ല. കാണാം, തെറ്റുകാരും കാണാമെന്ന് ഫത്താവൻ നവവിയിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അവിടുത്തെ പരിഗണനയിൽ വന്ന ചോദ്യത്തിന് നൽകിയ മറുപടിയിൽ കാണാം. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ കണ്ട ഒരാൾ, മൻ റആനി ഫിൽ മനാം, എന്നെ സ്വപ്നത്തിൽ കണ്ട ഒരാൾ, ഫസയറാനി ഫിൽ യഖ്ള, അവൻ എന്നെ ഉണർവിൽ കാണും. ഫസയറാനി എന്ന് പറഞ്ഞ ഫ്യൂച്ചർ ടെൻസാണ്. അവൻ എന്നെ കാണും ഫിൽ യഖ്ള, ഉണർവിൽ. അപ്പൊ ആ ഉണർവിൽ കാണും എന്നുള്ളതാണ് അവിടെ റിസൾട്ട്. ശരിക്കും എന്റെ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ എന്നെ ഉണർവിൽ കാണും. അപ്പൊ ഉണർവിൽ കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്നർത്ഥം. വിശാല ചർച്ച ഉണ്ട് അവിടെ. ചില മഹാന്മാര് പറഞ്ഞു ഉണർവിൽ കാണും എന്ന് പറഞ്ഞാൽ പരലോകത്ത് വെച്ച് കാണുമെന്നാണ് അർത്ഥം. അതിനെ ഹാഫിള് സുയൂത്തി റഹ്മത്തുള്ളാഹി ഖണ്ഡിച്ചു. പരലോകത്ത് എല്ലാവരും കാണൂല, ഇവിടുന്ന് കണ്ടവരും കാണാത്തവരൊക്കെ സിംഹഭൂരിപക്ഷം കാണാത്തവരല്ല. അപ്പൊ കാണാത്തവരും കാണൂല. പിന്നെ കണ്ടാൽ, ഉറക്കിൽ കണ്ടാൽ എന്നെ ഉണർവിൽ കാണുമെന്ന് പറയുന്നതിന് പിന്നെ പ്രത്യേകിച്ച് ഫായിദൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഈ ലോകത്ത് നിന്ന് എന്നെ കാണും എന്നാണ് അർത്ഥം എന്ന് ഹാഫിള് സുയൂത്തി റഹിമഹുല്ലാഹി വിശദീകരിച്ചു. ഒന്നുകിൽ മരണസമയത്ത് കാണും, റൂഹ് പിടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന് മുമ്പ് കാണും. അങ്ങനെ പല അനുഭവങ്ങൾ നമുക്ക് അതിലേക്ക് വരാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുക എന്നുള്ളത്, സ്വപ്നം കാണൽ എന്ന് പറയുന്നത് തന്നെ 3 കോലത്തിലുണ്ടാവും. ഒന്ന് അർറുയ ഫിൽ മനാം, ഉറക്കൽ ഗാഢനിദ്രയിലാവുമ്പോൾ ശരിക്ക് കണ്ടു. രണ്ടാമത്തത് അർറുയ ബൈനൽ മനാമി വൽ യഖ്ള, ഉറക്കമല്ല ഉണർവുമല്ല, ആ രീതിയിൽ കണ്ടു. അങ്ങനെ പല ആൾക്കാരുടെയും അനുഭവങ്ങൾ കിതാബുകളിലുണ്ട്. ബൈനൽ യഖ്ളത്തി വന്നവും, ഉറക്കമല്ല ഉണർവുമല്ല, ഒരു പെട്ടെന്ന് ഇങ്ങനെ ചാരി ഇരിക്കുമ്പോൾ ജസ്റ്റ് ഉറങ്ങിപ്പോയി എന്നാൽ ഉറങ്ങിയെന്ന് പറയാൻ പറ്റൂല, ആ രീതിയിൽ ഉണ്ടാകുന്ന സമയത്ത് കാണാം. മൂന്നാമത്തത് അർറുയ ഫിൽ യഖ്ള, നേരെ ഉണർവിൽ തന്നെ കാണുക. അങ്ങനെ പല മഹാന്മാരും കണ്ടില്ല. മഹാനായ സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു, സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഈ ആലിമീങ്ങൾ പഠിക്കണ കാലത്ത്, മുത്തഅല്ലിമീങ്ങളാവുന്ന കാലത്ത്, മതപഠന കാലത്ത് അവരുടെ 9 വർഷങ്ങളിൽ ഏറ്റവും ടഫായ ചില ഗ്രന്ഥങ്ങളുണ്ട്. അത്തരം ഗ്രന്ഥങ്ങളിലെ പല ഗ്രന്ഥങ്ങളും രചിച്ചത് ഈ സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു ആയിരുന്നു. മഹാനാണ്. മുഖ്തസർ, മുതവ്വല്, ശർഹുൽ അഖായിദ്, ഷർഹു സഞ്ചാൻ, ഇങ്ങനെ പല ഗ്രന്ഥങ്ങൾ. യഥാർത്ഥത്തിൽ സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു തീരെ ഫഹ്മ് കുറവുള്ള ആളാണ്. ബുദ്ധി തീരില്ല, ഒരു പൊടി മനസ്സിലാവില്ല. ക്ലാസ്സിൽ എന്തെങ്കിലും മണ്ടത്തരത്തിന് ഉദാഹരണം പറയൽ തന്നെ നീ സയദാവല്ലേ എന്നാ പറയുന്നത്. ഒരാൾ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞു വിചാരിച്ചു, എന്നാൽ നീ സയദാവല്ലേ എന്നാ പറയാം. കാരണം സയദ് എന്നവരുടെ വായിന്ന് കേൾക്കുമ്പോൾ തന്നെ, എന്തെങ്കിലും പറയുമ്പോൾ തന്നെ എല്ലാവരും ചിരിക്കാൻ തുടങ്ങും ഉത്തരം. അതേസമയത്ത് എല്ലാവരും കളിക്കാൻ പോകുമ്പോഴും ചിരിക്കാൻ പോകുമ്പോഴൊക്കെ ഈ സയദ് എന്ന കുട്ടി ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കും. എല്ലാ ദിവസവും പഠിക്കും, കുത്തിയിരുന്ന് പഠിക്കും. പക്ഷേ ഒന്നും മനസ്സിലാവില്ല, കുട്ടികൾ ചിരിക്കലാണ്.
പിറ്റേന്ന് ക്ലാസ്സിൽ കളിക്കാൻ പോയ കുട്ടികളൊക്കെ ഉത്തരം പറയുമ്പോൾ ഈ കുത്തിയിരുന്ന് പഠിച്ച സായത് എന്നവർക്ക് ഒരു ഉത്തരം കിട്ടൂല, ചിരിക്കാൻ തുടങ്ങും. ഉസ്താദിനും ചിരി വരും, കുട്ടികൾക്കും ചിരി വരും. സായത് വായി ഓർക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം എന്തെങ്കിലും കോമഡി വരും, എന്തെങ്കിലും മണ്ടത്തരം വരും. ഇങ്ങനെ കാലം ഇങ്ങനെ തുടർന്നു. എപ്പോഴും പള്ളിയുടെ മേലേന്നും മറ്റൊക്കെ വൈകുന്നേരം ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കും. കുട്ടികളെ അങ്ങോട്ട് കളിക്കാൻ പോകും. ഒരു ദിവസം ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിക്കുന്നുണ്ട്, നബി തങ്ങൾ വഫാത്തായിട്ട് 10-600 കൊല്ലായി, ഇയാളെ സൂയിപ്പാക്കല്ലേ, എനിക്കിവിടെ ഒന്നും തലയിൽ കയറാണ്ടെക്കുമ്പോൾ ഇയാളെ സൂയിപ്പാക്കല്ലേ എന്നുള്ള അർത്ഥത്തിൽ ഓരോ തിരിച്ചയച്ചു. രണ്ടാമതും മൂപ്പര് വന്നിട്ട് പറഞ്ഞു, നബി തങ്ങൾ വിളിക്കുന്നുണ്ട്, ഇല്ല പോയിട്ടില്ല. വെറുതെ ഇവിടെ തലയിൽ കയറാത്ത സമയത്ത് ഇങ്ങനത്തെ ഓരോ കാര്യം പറയണത്. മൂന്നാമതും മൂപ്പര് വന്നിട്ട് നബി തങ്ങളല്ലേ വിളിക്കണതെന്ന് പറഞ്ഞപ്പോഴേ സൈതങ്ങൾ പോയി. അവിടുത്തെ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് പോയി നോക്കുമ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിരിക്കുന്നുണ്ട്. എന്താ സൈദേ ഞാൻ വിളിച്ചിട്ട് വരാത്ത? മുത്തുനബിയെ, ഞാനൊന്ന് പഠിച്ചാൽ തലയിൽ കയറാത്ത ആളാണ്, ചങ്ങൾക്ക് അറിയില്ല. എല്ലാവരും എൻ്റെ വായ നോക്കി ചിരിക്കും. റസൂലുള്ളാഹിക്ക് പിന്നെ ഈ വിഷമം അനുഭവിക്കുന്ന ആളെ കണ്ടാൽ പിന്നെ ഒരു രക്ഷയുണ്ടാവില്ല. മോനിങ്ങോട്ടോ ഇഫ്താഹ് ഫാക്ക്, മോൻ്റെ വാ ഒന്ന് തുറന്നാട്ടെ. തുപ്പിക്കൊടുത്തു. മോൻ പോയിക്കോളി. ആ മോൻ പോയിക്കോളി ഉണ്ടല്ലോ. പിന്നെ സായത് ഞങ്ങൾ പിറ്റേത്തെ ക്ലാസ്സിൽ വന്നിട്ട് അലുദ് തങ്ങളെന്ന് ഉസ്താദിനോട് ഒരു ചോദ്യം ചോദിച്ചു, ഒരു മസല. അലുദ് തങ്ങൾക്ക് ഇത് സംഭവം എന്ന് മനസ്സിലായി. ഇതൊരു കിതാബ് നേരെ പഠിച്ചാൾക്ക് മാത്രം കിട്ടുന്നൊന്നുമല്ല. ആ കസേരയിൽ നിന്ന് ഇറങ്ങിയിട്ട് സയദ് എന്ന മോൻ അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു, ഇനി ദർസ് നടത്തേണ്ടത് മോനാണ്, ലോകത്തെ അഗ്രേസരനായ പണ്ഡിതനായി ബി ബർക്കത്തിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഉണ്ടാവും. നമുക്ക് ഉണർവിലുള്ള സംഭവത്തിലേക്ക് വഴിയേ വരാം. അവൻ ഞാൻ പറഞ്ഞത് ഉറക്കിൽ കണ്ടാൽ ഉണർവിൽ കാണും എന്നുള്ളതിലേക്ക് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഉണർവിൽ എപ്പോഴും കാണും. ഹാഫിദ് സുയൂത്തി റഹ്മത്തുള്ളാഹി ഇതിങ്ങനെ സമർത്ഥിച്ച് കൊണ്ടുവന്നപ്പോൾ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ശിഷ്യൻ ചോദിച്ച്, ചില ശിഷ്യന്മാർ ബിരുദന്മാരാണ്, ഒരു ട്രിക്കിൽ ചോദിക്കും, ഇടയ്ക്കിങ്ങനെ ചോദിക്കും, ആ പള്ളി എവിടെ എന്നല്ല ചോദിക്കും. ചിലപ്പോൾ അതെവിടെ ഇതെവിടെ എന്നല്ല. ഉസ്താദ് എത്ര തവണ കണ്ടിരുന്നു ചോദിച്ചു സുയൂത്തി ഇമാമിനോട്. ഉസ്താദ് എത്ര തവണ കണ്ടിരുന്നു? ഉണർവിൽ കണ്ടിരുന്നു എന്നാ ചോദ്യം. സുയൂത്തി ഇമാം പറഞ്ഞു, ഞാൻ 70 ചില്ലാൻ ഇതുവരെ കണ്ടു. ചിലപ്പോൾ ഉസ്താദ്മാർ കുറച്ച് ലിബറലായി നിൽക്കുന്ന സമയത്ത് എല്ലാം തുറന്നു പറയും. അങ്ങനെയാണ് നമ്മുടെ ഉസ്താദ്മാരൊക്കെ ശൈലി ഉണ്ടാവുക. അതൊക്കെ ഒരു നേക്കുണ്ടോ ഓരോന്നും ചോദിക്കാൻ. ഉസ്താദ് ഇതുവരെ എന്തെങ്കിലും വർത്താനം പറഞ്ഞോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്? ഓ പറഞ്ഞിരുന്നല്ലോ. എന്താ പറഞ്ഞേ? ഞാനൊരു തവണ കണ്ടെന്ന് ചോദിച്ചു. ഞാൻ സ്വർഗത്തിലാണോ നബി, നരകത്തിലാണോ? ഈ സ്വർഗത്തിൽ. അല്ല കുറച്ച് ശിക്ഷ അനുഭവിച്ചിട്ട് സ്വർഗത്തിലെത്തുന്നതാണോ, അല്ല നേരെ ഫസ്റ്റ് തന്നെ A+? അന്തമിന സാബിക്കീൻ, നീ ഫസ്റ്റ് തന്നെ സ്വർഗത്തിൽ പോകുന്ന ആളാണല്ലോ സുയൂത്തി. ഹാഫിദ് സുയൂത്തി റഹിമഹുല്ലാഹ് വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉറക്കില്ല ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണർവിൽ അയാൾ കാണും. അത് ഉറപ്പായിട്ട് ദുനിയാവിൽ കാണും. അത് വ്യത്യസ്ത രൂപത്തിലാവാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുക സ്വപ്നത്തിലും പിന്നീട് ഈ പറഞ്ഞ രൂപത്തിലും കാണുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു അനുഗ്രഹമാണ്, അള്ളാഹുവിൻ്റെ വലിയൊരു നിഅമത്താണ്. ഈ നിഅമത്തിന് വേണ്ടി നമ്മളെപ്പോഴും ദുആ ചെയ്യുന്നതോടൊപ്പം കൊതിക്കുന്നതോടൊപ്പം നമ്മുടെ ഭാഗത്തു നിന്ന് പല ശ്രമങ്ങളും അങ്ങനെ ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ ആഗ്രഹം വെക്കണം. ഹദീസിൽ കാണാം, ഇന്ന നാസം മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആൾക്കാർ യഅ്തൂന മിൻ ബഅദി, എൻ്റെ കാലശേഷം അവർ വരും. യവദ്ദു അഹദുഹും, അവർ ആഗ്രഹിക്കും. എന്താ ആഗ്രഹിക്കുക? ലവിസ്തറാ റുഅയതി ബി അഹ്ലിഹി വ മാലിഹി, അവരുടെ കുടുംബത്തെയും സമ്പത്തും മുഴുവനും വിറ്റിട്ട് എന്നെ കാണാൻ കഴിയുമോ എന്നവർ ആഗ്രഹിക്കും. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഒരാള് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചില മുഹിബ്ബീങ്ങൾ എൻ്റെ കാലശേഷം വരും. അവരോട് പറയണം, നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ വിറ്റ് നിങ്ങളുടെ കുടുംബം മുഴുവൻ ഒഴിവാക്കിയ റസൂലുള്ളാഹിനെ കാണാൻ ചാൻസ് തരുമെന്ന് പറഞ്ഞാൽ ഓരെല്ലാം കൊടുക്കും. ഓർക്ക് ഏറ്റവും വലുത് ഞാനാണ്. അങ്ങനെ ഒരു ജനത എൻ്റെ ഉമ്മത്തിൽ വരുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തങ്ങളെ കാണാൻ പൂതി വെക്കണം എന്നാണ് ഹദീസ് പറയുന്നത്. മഹാന്മാരെല്ലാം കണ്ടു. ഏത് മഹാനാ കാണാതെ? മുഫസ്സിറുകൾ, മുഹദ്ദിസീൻ, ഫുഖഹ, എല്ലാ ഭാഷാ പണ്ഡിതന്മാരായാൽ പോലും അവരൊക്കെ കണ്ടു. മഹാനായ അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട അനുഭവം പറയുന്നത്, മൂസ നബി അലൈഹി സ്വലാം ഈസാ നബി അലൈഹി സ്വലാമിനെ മുമ്പിൽ നിർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുക പോലും. ഗസാലി ഇമാമിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. 2 നബിമാരോട് ചോദിക്കുക, അഫി ഉമ്മത്തിക്കുമാ ഹബറ കഹാദ, ഇതുപോലുള്ള ഗസാലി ഇമാമിനെ പോലുള്ള ഒരൊറ്റ പണ്ഡിതൻ നിങ്ങളുടെ സമുദായത്തിലുണ്ടോ? ഖാല
ആ രണ്ട് നബിമാരും പറഞ്ഞില്ല, അങ്ങനത്തെ ഒരാളില്ല. യാ റബ്ബ്, റസൂലുള്ളാഹിക്ക് അഭിമാനം പറയാൻ പറ്റുന്ന പണ്ഡിതന്മാരെ നമ്മളെ ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാർ. അള്ളാഹു അവരെല്ലാം ബർക്കത്തുണ്ട്, നമ്മളെ നന്നാക്കട്ടെ. ഇമാം സുബിക്ക് റളിയല്ലാഹു അൻഹു അക്കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ. മഹാനായ അബൂ ഇസ്ഹാഖ് ഷിറാസി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോഴേ തങ്ങൾ വിളിച്ചതന്നെ യാ ഷെയ്ഖ് എന്നാണ്. വലിയ ആലിമീങ്ങളെ വിളിക്കുന്ന വിളി. ഈ പേര് വിളിച്ചേ പിന്നെ അബൂ ഇസ്ഹാഖ് ഷിറാസി തങ്ങൾ അധികം പറയും, എന്നെ മുത്തുനബി ഷെയ്ഖ് എന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ പറഞ്ഞ് സന്തോഷിക്കും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരുപാട് വിഷമങ്ങൾ വന്നിട്ട് സ്വപ്നത്തിൽ തങ്ങളോട് പരാതി പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, എന്താ ഷാഫി പേടിക്കണത്, അന ലഹറുക്ക വാന സനദുക്ക, ഞാൻ നിനക്ക് പിടിവള്ളിയായിട്ടില്ലേ. എന്തിനധികം പറയണ, ഇമാമിങ്ങൾക്ക് ഒരു മസല ഡൗട്ടായാൽ ഉടനെ പോയി ഉറങ്ങും. തങ്ങളോട് വിഷയം ചോദിക്കും, മറുപടി പറയും, തിരിച്ചു. എന്ന് മാത്രമല്ല, ഒരു മസലല്ല അടുക്കട്ടെ, ഒരു ആയത്തിന്റെ അർത്ഥമൊക്കെ അടുക്കട്ടെ, അതിനൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരു വാക്ക്, ഒരു അറബി പദം, ആ പദത്തിൽ ഏത് ഹർക്കത്താണ്, ലമ്മുച്ചരിച്ചിട്ടാണോ അല്ല കസ്റാണോ, അല്ലെങ്കിൽ അങ്ങനെയല്ല വേറൊരു രൂപത്തിലും ഉണ്ട്. എങ്ങനെ ഒരു വാക്ക്, ആ വാക്കിൽ ശബ്ദുണ്ടോ ശബ്ദില്ലാതെയാണോ ഉച്ചരിക്കേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വപ്നത്തിൽ ചോദിച്ച മഹാന്മാർ, അവർക്ക് എന്തിനും സനദും അസ്ലും ഫസ്ലും ഒക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ. നമ്മൾ അങ്ങനെ ആലിമീങ്ങൾ എന്ന് കാണുന്നവർക്ക് മാത്രമല്ല, ഭരണാധികാരികളായ ത്വാരിഖ് ബിൻ സിയാദിന്റെ ഒക്കെ ചരിത്രം മുസ്ലിങ്ങളായ നമ്മൾ പഠിക്കണം. കോൺസ്റ്റാന്റിനോപ്പിള് തുർക്കി, അതുപോലെ ഒന്തുലുസ് സ്പെയിന്, ഇതെല്ലാം നമ്മൾ കൊർദോവയടക്കം നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഇതേതെങ്കിലും ഒരു സെമിനാറിൽ കേൾക്കുമ്പോൾ മാത്രമേ നമ്മൾ അറിയുന്നതന്നെ ഉള്ളൂ. ആർക്കാ കൊർദോവന്റെ ചരിത്രം അറിയാം, ആർക്കാണ് സ്പെയിനിന്റെ മുസ്ലിം സ്പെയിനിന്റെ ചരിത്രം അറിയാം. നമ്മളത് പഠിക്കണം. ആ സ്പെയിന് കീഴടക്കാൻ പോകുന്ന നേരത്ത് കപ്പലിൽ കയറിയിട്ട് സ്പെയിനിലേക്ക് ഒന്തുലുസിലേക്ക് പോകുന്ന നേരത്ത് ത്വാരിഖ് ബിൻ സിയാദ് ജസ്റ്റ് ഒന്ന് ഉറങ്ങിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, യാ ത്വാരിഖ് തഖദ്ദം ലിശൈനിക്, കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കോളി, കൂടെ ഉണ്ട്, പേടിക്കണ്ട. അനുയായികളോട് ഈ വിഷയം പറയുമ്പോഴേക്ക് അവർക്ക് വല്ലാത്ത സന്തോഷം. അങ്ങനെ ഭരണാധികാരികൾക്ക് നിർദ്ദേശം കൊടുത്തതും ധാരാളം. വഫയാത്തുൽ അയാനിൽ ഇബ്നു ഖല്ലിക്കാൻ തങ്ങൾ രേഖപ്പെടുത്തും. ഞാൻ ഒരൊറ്റ സംഭവം പറഞ്ഞ് തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുന്നു. ഇത് നമുക്ക് ഇനിയും കുറെ പറയാനുള്ളതാണ്. എങ്ങനെ നബി തങ്ങളെ കാണാനുള്ള വഴി എന്തെല്ലാം, എന്തുകൊണ്ടാണ് നമ്മൾ കാണാത്തത്, ഇതെല്ലാം നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് ഈ വിഷയത്തിൻ്റെ പഠനം പൂർത്തിയാവും. ഭരണാധികാരികളിലെ സ്വാലിഹായ ഒരു മനുഷ്യനായിരുന്നു നൂറുദ്ദീൻ മഹ്മൂദ് സങ്കി എന്ന് പറയുന്ന പണ്ഡിതൻ. വലിയ ആലിമാണ്, ആലിമീങ്ങളെ മഹബത്ത് വെക്കുന്ന ആളാണ്, സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളാണ്, മൗലിദ് സദസ്സ് ഗംഭീരമായി നടത്തുന്ന ഭരണാധികാരി. അദ്ദേഹം രാത്രി കിടന്നുറങ്ങുമ്പോൾ 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. ഒന്നാമത്തെ തവണ വന്നിട്ട് നൂറുദ്ദീൻ സങ്കിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ രക്ഷപ്പെടുത്തണം, മഹ്മൂദെ രക്ഷപ്പെടുത്തണം ഇങ്ങനെ പറയുന്നു. എന്താണ് ഇത് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതേസമയത്ത് നബി തങ്ങളുടെ രൂപത്തിൽ പിശാച് വരൂല എന്ന് ഉറപ്പുമാണ്. എന്തെങ്കിലും ശല്യമായിപ്പോയോ എന്ന് പേടിച്ചിട്ട് പോയി വുളു എടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് വീണ്ടും ഉറങ്ങുമ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ രണ്ടാമതും പോയി ഇതേ വുളു എടുക്കലും ഒക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ 3ആമതും തങ്ങൾ വന്നിട്ട് ഈ വിഷയം പറഞ്ഞു. പിന്നെ ഉറങ്ങാൻ കഴിയണില്ല. രാത്രി തന്നെ സുബഹിക്ക് മുമ്പ് തന്നെ നല്ല സ്വാലിഹായ ഒരു മന്ത്രിയുണ്ട്, ജമാലുദ്ദീൻ എന്ന പേരിൽ ഒരു മന്ത്രിയുണ്ട്. അദ്ദേഹത്തോട് വിഷയം പറഞ്ഞു. രക്ഷപ്പെടുത്തണം എന്നാണ് പറയുന്നത്. നമുക്കേതായാലും മദീനയിലേക്ക് പോകാം. ഒരുപാട് പണമെടുത്തിട്ട് വലിയ സമ്പത്തിൻ്റെ വലിയ ഭാണ്ഡവുമായിട്ട് കുറച്ചാൾക്കാരെയും കൂടി കൂട്ടി മദീനയിലേക്ക് ഈ രാജാവ് പോയി. 16 ദിവസം കൊണ്ടാണ് മദീനയിൽ എത്തുന്നത് എന്നൊരു അഭിപ്രായത്തിൽ കിതാബുകളിൽ കാണും. കുളിച്ച് വൃത്തിയായി മദീനയിലേക്ക് കയറി. മദീനയിലേക്ക് കയറുന്നതിന് മുമ്പ് കുളി സുന്നത്താണ്. ഇപ്പം മക്കത്തുനിന്ന് നേരെ മദീനയിലേക്ക് പോകുമ്പോൾ ബസ് ഇറങ്ങണ തന്നെ മദീനയിലായിരിക്കുമല്ലോ. അപ്പം പിന്നെ കുളി എപ്പോഴാണ് കുളിക്കുക? നേരത്തെ തന്നെ കുളിച്ച് വെക്കണം. പഴയ കാലത്തൊക്കെയുള്ള കാൽനട യാത്രയിൽ ഒട്ടകപ്പുറത്തൊക്കെ ആണെങ്കിൽ ഓക്കെ സംവിധാനിക്കാം. ഇനി ഇതിനൊന്നും സാധ്യമായിട്ടില്ലെങ്കിൽ ഹാഷിയത്തുൽ ഈലാഹിൽ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, മദീനയിൽ എത്തിയ ശേഷം ആ കുളി കലാവിട്ടണം. കലാവ് കിട്ടി കുളിച്ച് വൃത്തിയായിട്ട് റൗദയിലെത്തണം. ഒരുപാട് തവണ ആ പുണ്യനാട്ടിൽ നമ്മളെയൊക്കെ എത്തിക്കുമാറാവട്ടെ. അങ്ങനെ കുളിച്ചു, മദീനയിലെത്തി. എന്ത് ചെയ്യണമെന്നൊന്നും അറിയുന്നില്ല. എന്താ ഇപ്പം ചെയ്യുക, എന്താണിപ്പോൾ ചെയ്യുക? മന്ത്രിയോട് കൂടിയാലോചിച്ചു. നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാവരെയും, രാജാവ് വന്ന വിവരം എല്ലാവരും അറിഞ്ഞല്ലോ, ഇനി എല്ലാവരെയും രാജാവിൻ്റെ അടുത്തേക്ക് വിളിക്കാം. സ്വതക്ക കൊടുക്കുന്നുണ്ട് എന്ന്
അനൗൺസ്മെന്റ് എല്ലാവർക്കും സ്വതക്ക കൊടുക്കാൻ തുടങ്ങി. സ്വതക്ക വാങ്ങുന്ന ആളെയെല്ലാം നിരീക്ഷിച്ചു. രാജാവ് തന്നെ നേരിട്ടും മന്ത്രിയോട് വിശേഷണവും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞത് രണ്ടാളെ കാണിച്ചിട്ടാണ്. അവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്ന് നിരീക്ഷിക്കണം. എല്ലാവരും വാങ്ങി. രാജാവ് ചോദിച്ചു, ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നോ, ആരുമില്ലേ? ഇല്ല, ആരുമില്ല. പക്ഷേ ആ അടയാളങ്ങൾ ആരിലും കണ്ടിട്ടില്ല. ആ നാട്ടുകാരോട് വീണ്ടും വീണ്ടും ചോദിച്ചു, തഫക്കറൂ തഅമ്മലൂ, നിങ്ങൾ കൃത്യമായി ആലോചിക്കൂ, ഒന്നായിട്ടിറങ്ങി ചിന്തിക്കൂ, ഇനി ആരുമില്ലേ വരാൻ? ആരുമില്ല. ഒന്നുകൂടി ആലോചിച്ചപ്പോൾ അവർക്ക് കിട്ടി. രണ്ടാൾക്കാരുണ്ട്, അവര് നമ്മുടെ നാട്ടുകാരല്ല. ഖുബ്ബത്തുൽ ഖദറഇന്റെ തൊട്ടപ്പുറത്താണ് ടെന്റ് കെട്ടിയിട്ട് താമസിക്കണം. അന്ന് പള്ളിയൊന്നും ഇത്ര വിശാലല്ല, അവിടെ താമസിക്കണം. അവർക്ക് ഈ സമ്പത്തോ രാജാവിന്റെ സമ്പത്തൊന്നും ആവശ്യമില്ല. കാരണം അവർ വലിയ സമ്പന്നരാണ്, അവരെല്ലാവർക്കും സ്വതക്ക കൊടുക്കുന്നവരാണ്. വഹുമാ സ്വാലിഹാനി, അവർ സൂഫിയ ജീവിതമാണ്. വലിയാനി, വലിയ ഐശ്വര്യമുള്ളവരാണ്. യുക്സിറാനി സ്വതക്ക, സ്വതക്ക വർദ്ധിപ്പിക്കുന്നവരാണ്. പിന്നെ അവരെന്തിനാ ഇതിന് വരേണ്ടത്? അവരെ ഒന്ന് വിളിച്ചുകൊണ്ടുവരി. അവരെ വിളിച്ചുകൊണ്ടുവരും. നിങ്ങൾ എവിടുത്തക്കാരാ? നമ്മൾ പുറംനാട്ടുകാരാ, അറബല്ല. അല്ല അല്ല, നിങ്ങൾ വന്നത് സിയാറത്തിന്. ഈ ഒരു വർഷം ഇവിടെ തന്നെ റൗളയിൽ തന്നെ ജീവിക്കാമെന്നാണ് പൂതി. ഏതായാലും ഇവരുടെ വീടൊന്ന് സന്ദർശിക്കാം. അവരുടെ വീട്ടിലേക്ക് പോയി. ഒന്നും കാണാനില്ല, കുറേ സമ്പത്തുണ്ട് അവിടെ. കുറേ സമ്പത്ത് ഇങ്ങനെ കൂനം പോലെ ഉണ്ട്. അപ്പോൾ ആ മദീനക്കാരായ നിഷ്കളങ്കരായ നാട്ടുകാർ പറഞ്ഞു, രാജാവേ, അവരൊന്നും നമുക്കൊന്നും പറയാനില്ല. ഇന്നഹുമാ സ്വാഇമാൻ, അവര് നോമ്പുകാരാണ്. സ്വാഇമാനി ദഹർ, നമ്മൾ കണ്ട മുതലും അവര് നോമ്പുകാരാണ്. കാലം മുഴുവനും നോമ്പനുഷ്ഠിക്കുന്നവർ. മുലാസിമാന സ്വലവാത്ത്, എപ്പോഴും നിസ്കാരം. അത് നിസ്കാരം തന്നെ ഫി റൗളത്തി ഷരീഫ, റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്ഥലമുണ്ടല്ലോ, അവിടുന്നേ നിസ്കരിക്കുള്ളൂ. വസിയാറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കും. വസിയാറത്തുൽ ബഖീഅ, എല്ലാ ദിവസവും ജന്നത്തുൽ ബഖീയിൽ പോകും. എല്ലാ ദിവസവും രാവിലെ തന്നെ അവിടെ എത്തും. വസിയാറത്തു ഖുബാ കുല്ല സബത്തിൻ, നബി തങ്ങൾ ശനിയാഴ്ചയാണല്ലോ മസ്ജിദ് ഖുബായിൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ ഉംറന്റെ കൂലി കിട്ടുന്ന ഖുബാ പള്ളി. ആ പള്ളിയിൽ എല്ലാ ശനിയാഴ്ച തങ്ങൾ പോയ അതേ ദിവസം ഇബ്രാഹിമങ്ങൾ കാണിച്ച അതേ ശൈലി അവർ പോകും. ഇങ്ങനെ സുന്നത്തിനെ മുറുകെ പിടിച്ച് സൂഫി ജീവിതമാണ്. ഒരു പഴുതുമില്ല. പക്ഷെ ഈ രണ്ട് മനുഷ്യന്മാരെ സ്വപ്നത്തിൽ കണ്ട അതേ അടയാളങ്ങളൊക്കെ രാജാവിന് തോന്നിയപ്പോൾ എനിക്കൊന്ന് ഒരു പരിശോധന നടത്തണം എന്ന് പറഞ്ഞു. വീട്ടിന്റെ ഉള്ളിലേക്ക്, ടെന്റിന്റെ ഉള്ളിലേക്ക് രാജാവ് കയറി. വേറെ ആരും വരണ്ട. അവർ കിടക്കുന്ന പായ ഉയർത്തി നോക്കുമ്പോൾ വലിയ ആഴത്തിലുള്ള കുഴി. ആ കുഴി ആഴത്തിലെത്തി. ഇനി കുറഞ്ഞ ദിവസം കൂടി കുഴിച്ചാൽ റൗളയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൽ അവരെത്തും. ഫ്രഞ്ചുകാർ പിടിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഫ്രാൻസ്. നിങ്ങൾ ആരാ അയച്ചത്? അവിടുത്തെ രാജാവ്. എന്തിനാ അയച്ചത്? നബി തങ്ങളുടെ ശരീരം എടുത്ത് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ, എന്നിട്ട് പ്രചരിപ്പിക്കാലോ ഇവിടെ ഒന്നുമില്ല എന്ന് പറയാം. എല്ലാ ദിവസവും കുഴിക്കും. എന്നിട്ട് രാവിലെ ജന്നത്തുൽ ബഖീൽ പോകുന്നത് ഈ മണ്ണ് ഓരോ കവറിന്റെ, പുതിയ കവറിന്റെ മേലെയൊക്കെ ഇങ്ങനെ മണ്ണ് വിതറും. എന്നാ പിന്നെ സംശയിക്കൂലോ. മോമിനീങ്ങൾ വിചാരിക്കും സിയാറത്തിനാ പോണത്. വേഷം കൊണ്ട് ആരും വലിയ സംഭവമാണ്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, ഹൽ അതാക ഹദീസുൽ ഖാശിയ, നബിയെ ഖിയാമത്ത് നാൾ അറിയാം? വുജൂഹു യൗമഇദിൻ ഖാശിയ, അന്ന് ചില മുഖങ്ങൾക്ക് ഭയങ്കര പേടിയുണ്ടാവും. ആമിലത്തുൻ നാസിബ, ദുനിയാവിൽ ഭയങ്കര അധ്വാനവും കർമ്മവും സാന്ത്വനം ഫണ്ടും എല്ലാം ഓരോ ഓക്കെ ആയിരിക്കും. ആശ്വാസമൊക്കെ ഉണ്ടാവും അവർക്ക്. റിലീഫിന്റെ കേന്ദ്രമായിരിക്കും അവര്. സഹായം ഭയങ്കര സംഭവം. പക്ഷേ തസ്ലാനാറൻ ഹാമിയ, ചൂടുള്ള നരകത്തിൽ അവരെത്തും. എന്താ കാരണം? റൂഹുൽ ബയാൻ പറഞ്ഞു, ഇവർ അഹ്ലുൽ ബിദ്അ, പുത്തൻവാദികളെ കുറിച്ചായി പറയണത്. 10-ാം വാള്യം. എന്ത് കർമ്മം! അബല്ലാഹു യഖ്ബല ലി സ്വാഹിബി ബിദ്അത്തിൻ സർഫൻ വലാ അദ്ല, ഒരു പുത്തൻവാദിയുടെ ഒരു സുന്നത്തോ ഒരു ഫർളോ അള്ളാഹ്ക്ക് ആവശ്യമില്ല, അന്ന് സ്വീകരിക്കുകയും ചെയ്യില്ല. പിന്നെ ഞാൻ അതിലേക്കല്ല പോകണം. ഇവരെ ചോദ്യം ചെയ്ത് അവരെ കൊന്നുകളഞ്ഞു. നൂറുദ്ദീൻ സങ്കി എന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രക്ഷപ്പെടാനൊക്കെ വേറെയും വഴി അള്ളാഹു സംവിധാനിക്കും. പക്ഷേ ഈ രാജാവിനോട് അള്ളാഹ് കാണിച്ച, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചൊരു സന്തോഷവും സ്നേഹവും നോക്കൂ. അവരൊക്കെ കണ്ടുപോയി. എന്തുകൊണ്ട്? ആലിമീങ്ങളെ മുമ്പ് വെച്ച രാജാവ്, സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെട്ട രാജാവ്, പാവപ്പെട്ടവരെ സഹായിച്ച രാജാവ്. അള്ളാഹു അവരുടെ ഒക്കെ ബർക്കത്തുകൊണ്ട് നമ്മളെയൊക്കെ നന്നാക്കുമാറാവട്ടെ. ഇനിയും ധാരാളം ലോകത്തേക്ക് ഈ വിഷയത്തിൽ നമുക്ക് കടക്കാനുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട മഹദിമാർ, കുട്ടികൾ, ഇങ്ങനെ പലരും ഇൻഷാ അല്ലാഹ് ഉണർവിലും ഉറക്കിലും കാണുന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അള്ളാഹു നമ്മളെല്ലാം മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഥാർത്ഥ മഹബത്ത് വെക്കുന്ന കൂട്ടത്തിൽ നമ്മെ
ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.